Hello everyone, welcome to a new lesson with Maria Slitex. Today we are going to discuss a very interesting poem or a song written by Gil Scott-Heron, and the title is The Revolution Will Not Be Televised. This is included in the second semester AEC English for Humanities students in Calicut University. So let's move on to the lesson. Gil Scott-Heron was born in 1949. വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു അമേരിക്കൻ ജാസ് പോയറ്റ്, മ്യൂസീഷ്യൻ ആൻഡ് ഓതറാണ് ഗിൽ സ്കോട്ട്-ഹെറൺ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കവിതകൾ പെർട്ടിക്കുലർലി സോങ് ആയിട്ട്, അതുപോലെ ജാസ് മ്യൂസിക്കും ജാസ് ബ്ലൂസ് തുടങ്ങിയതൊക്കെയും ആഫ്രോ അമേരിക്കൻ ഹെറിറ്റേജ് വിളിച്ചറിയിക്കുന്ന കുറേ പോയട്രി അല്ലെങ്കിൽ മ്യൂസിക് ഫോംസ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബ്ലെൻഡായിട്ടാണ് ഇദ്ദേഹം പോംസ് ചെയ്യാറുള്ളത്, പ്രസൻറ്റ് ചെയ്യാറുള്ളത്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പോംസ് പൊളിറ്റിക്കലി സോഷ്യലി ആയിട്ടുള്ള ഇഷ്യൂസിനെയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള പോംസാണ് ഇദ്ദേഹം ചെയ്യാറുള്ളത്. സോ ഹിസ് വർക്ക്, പെർട്ടിക്കുലർലി ദ ഐക്കോണിക് പീസ്, ഇദ്ദേഹത്തിൻ്റെ ഈ റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ് എന്നുള്ളത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സോങ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് എ പ്രിക്കേഴ്സർ ടു ഹിപ്പ് ഹോപ്പ് ആൻഡ് നിയോ സോൾ മ്യൂസിക്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കാലശേഷം ഹിപ്പ് ഹോപ്പ് തുടങ്ങിയിട്ടുള്ള മ്യൂസിക്കൽ ജാനേഴ്സിൻ്റെ, മ്യൂസിക്കൽ രീതികളുടെ ഒരു തുടക്കമായിട്ട് വന്നിട്ടുള്ള ഒന്നാണ് റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്. അപ്പോൾ നമുക്ക് പോകെ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ നൗ സ്കോട്ട്-ഹെറോൺസ് നോട്ടബിൾ ആൽബംസ് ഇൻക്ലൂഡ് പീസസ് ഓഫ് എ മാൻ. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ആൽബം പീസസ് ഓഫ് എ മാൻ ആണ്, ആൻഡ് വിൻ്റർ ഇൻ അമേരിക്ക. പീസസ് ഓഫ് എ മാൻ എന്ന് പറയുന്ന ഒരു വർക്കിലാണ് നമ്മുടെ ഈ ഒരു സോങ് ആദ്യമായിട്ട് കളക്ഷനിൽ വരുന്നത്. And he collaborated extensively with musician Brian Jackson, creating a unique sound that resonated with themes of social justice and cultural identity. ബ്രയാൻ ജാക്സൺ തുടങ്ങിയിട്ടുള്ള സോങ് റൈറ്റേഴ്സുമായിട്ടും മ്യൂസിഷ്യൻസുമായിട്ടൊക്കെ ഇദ്ദേഹം കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമുക്ക് ഒരു സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട്, സമൂഹത്തിലെ നീതിക്ക് വേണ്ടിയിട്ടും, അതുപോലെ ബ്ലാക്ക്, ആഫ്രിക്കൻ അമേരിക്കൻ ഐഡൻറ്റിറ്റിയുള്ള ബ്ലാക്സിൻ്റെ സ്പെഷ്യൽ ഇഷ്യൂസിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ സോങ്സ് വരാറുള്ളത്. ആൻഡ് ഹി ഹാസ് റിട്ടൺ നോവൽസ് ആൻഡ് പോയട്രി ആസ് വെൽ, ആൻഡ് ഹി റിസീവ്ഡ് ന്യൂമറസ് അവാർഡ്സ്. എക്കൊലൈഡ്സ് മീൻസ് അവാർഡ്സ് ഇൻക്ലൂഡിങ് എ പോസ്റ്റ്യൂമസ് ഗ്രാമി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു ഗ്രാമി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡൊക്കെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 2011 ഇദ്ദേഹം മരണപ്പെട്ടത്. ആൻഡ് നൗ കമ്മിങ് ടു അവർ സോങ് ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്. ഇത് ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്നത് സ്മോൾ ടോക്സ് അറ്റ് 125th ആൻഡ് ലെനോക്സ് എന്ന് പറയുന്ന ആൽബത്തിലാണ്. പിന്നീട് അത് റീറെക്കോർഡ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പീസസ് ഓഫ് എ മാൻ എന്നുള്ള ആൽബത്തിൽ ഇത് അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ലാസ്റ്റ് പോയറ്റ്സ് പീസ് വെൻ ദ റെവല്യൂഷൻ കംസ്. ഈ ലാസ്റ്റ് പോയറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ വെൻ ദ റെവല്യൂഷൻ കംസ് എന്ന് പറയുന്ന ഒരു പോം ഉണ്ടായിരുന്നു. അതിനോടുള്ള റെസ്പോൺസ് ആയിട്ടാണ് ഈ ഒരു സോങ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് എ പവർഫുൾ മാനിഫെസ്റ്റോ ഫോർ ബ്ലാക്ക് പ്രൈഡ്. ബ്ലാക്സിൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും അവരുടെ ഇഷ്യൂസിനെ കുറിച്ചുമുള്ള റെഫറൻസസ് വരുന്നത് കൊണ്ട് തന്നെ ഒരു ബ്ലാക്സിൻ്റെ ഒരു കൾച്ചറൽ മാനിഫെസ്റ്റോ ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ആൻഡ് ഇറ്റ് ക്രിട്ടിസൈസസ് കൺസ്യൂമർ ക്യാപിറ്റലിസം ഇൻ അമേരിക്കൻ കൾച്ചറൽ അപ്പതി. അമേരിക്കൻ കൾച്ചറൽ സീനിലുണ്ടായിരുന്ന മറ്റുള്ളവരോടുള്ള പ്രശ്നങ്ങളോടുള്ള മുഖം തിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് അപ്പതി എന്ന് പറഞ്ഞാൽ തീരെ സെൻസിറ്റീവ് അല്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡിനെയാണ്. സോ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ളൊരു കൺസ്യൂമർ കൾച്ചറിനെയും ഒക്കെയാണ് ഇദ്ദേഹം ഈ സോങ്ങിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ആൻഡ് ദ ഫ്രേസ് റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ് ബിക്കേം എ ഫേമസ് സ്ലോഗൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഈ റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്, ഇതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിലുള്ള വിപ്ലവം, അതായത് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തന്നെ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ വിപ്ലവം എന്ന് പറയുന്നതല്ലോ. അപ്പോൾ ശരിക്കുള്ള വിപ്ലവം നടക്കുന്നത് അതിങ്ങനെ TV സ്ക്രീനിൽ നമുക്ക് വീടിനകത്തിരുന്ന് കാണാൻ പറ്റിയ ഒന്നല്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് പീപ്പിൾ ഹാവ് ടു ഗെറ്റ് ഡൗൺ ഓൺ ടു ദ സ്ട്രീറ്റ്സ് ആൻഡ് ഫൈറ്റ് ഫോർ ദാറ്റ്. അതിന് പകരം ആളുകൾക്ക് സമൂഹത്തിൽ, അതുപോലെ സ്ട്രീറ്റ്സിൽ ഇറങ്ങി അതിനുവേണ്ടി ശബ്ദമുയർത്തിയാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആവുള്ളൂ എന്നുള്ള ഒരു മെസ്സേജാണ്. സോ ഇതൊരു സ്ലോഗനായിട്ടൊരു മുദ്രാവാക്യമായിട്ട് മാറിയിട്ടുള്ളൊരു സോങ്ങാണ്. ദ സോങ് എൻകറേജസ് പീപ്പിൾ ടു സ്റ്റോപ്പ് ബീയിങ് പാസീവ് കൺസ്യൂമേഴ്സ് ഓഫ് മീഡിയ ആൻഡ് കോൾസ് ഫോർ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ മേക്കിംഗ് റിയൽ ചേഞ്ച്. അപ്പോൾ ആളുകൾ പലപ്പോഴും ഒരു കൾച്ചറൽ ഇഷ്യൂസിനോട് ഒരു സെൻസിറ്റിവിറ്റിയും ഇല്ലാതെ വീട്ടിലിരുന്ന്, അന്നത്തെ ഒരു കാലത്തെ കൾച്ചർ എന്ന് പറയുന്നത് ടെലിവിഷൻ സ്ക്രീനാണ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ വരുന്ന എല്ലാ പ്രോഗ്രാംസും അതിനിടയിൽ വരുന്ന എല്ലാ തരം പരസ്യങ്ങളൊക്കെ കണ്ട് മയങ്ങിയിരിക്കുന്നതിന് പകരം
സമൂഹത്തിൽ ഇറങ്ങി വന്നിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു മെസ്സേജാണ്. ആൻഡ് ഇറ്റ് ഏർജസ് പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ റെവല്യൂഷൻ റാദർ ദാൻ വാച്ചിങ് ഇറ്റ്. ഇപ്പം യഥാർത്ഥ വിപ്ലവം എന്ന് പറയുന്നത് ഒരു ടി വി സ്ക്രീനിലൊരു പാക്കേജായിട്ട് നമുക്ക് കിട്ടുന്നതല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെസ്സേജ്. സോ വി ആർ ഗോയിങ് ഇൻ ടു സ്റ്റാൻസ വൈസ് അനാലിസിസ്. ഈ ഒരു സോങ് കുറേ അധികം ആളുകളുടെ പേരുകൾ മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് തോന്നുന്ന ഒന്നാണ്. സോ വി ആർ ഗോയിങ് ഇൻ ടു എ ഡിസ്കഷൻ. ഇൻ സ്റ്റാൻസ വൺ ദ പോയറ്റ് ഇസ് ടെല്ലിങ് ഹിസ് ഓഡിയൻസ്, ഇത് കേൾക്കുന്ന ആളെ ബ്രദർ എന്നാണ് അഡ്രസ്സ് ചെയ്യുന്നത്. സോ ദ പോയറ്റ് ടെൽസ് ഹിസ് ബ്രദർ, ഈ ബ്രദർ എന്ന് പറയുന്നത് ഫെല്ലോ ബ്ലാക്ക് അമേരിക്കൻസിനോട് ഇദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റാണ്. ദാറ്റ് ദേ കനോട്ട് ജസ്റ്റ് സ്റ്റേ ഹോം ആൻഡ് ഇഗ്നോർ വാട്ട് ഇസ് ഹാപ്പനിങ്. വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. പീപ്പിൾ കനോട്ട് സിംപ്ലി വാച്ച് ടി വി ആൻഡ് ടേക്ക് ഡ്രഗ്സ്. സ്കാഗ് എന്ന് പറയുന്നൊരു വേർഡ് വരുന്നുണ്ട്, ഇറ്റ് മീൻസ് ഹെറോയിൻ. അപ്പോൾ സിംപ്ലി വീട്ടിലിരുന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളുടെ അവരുടെ ഇടയിൽ സോൾവ് ചെയ്യാനുണ്ടെങ്കിലും സിംപ്ലി വാച്ചിങ് ടി വി ആൻഡ് ഇൻ ബിറ്റ്വീൻ ടേക്കിംഗ് ഡ്രഗ്സ്, ഡ്രിങ്കിങ് ബിയേഴ്സ് ഡ്യൂറിങ് കൊമേഴ്സ്യൽസ്. അപ്പോൾ ആളുകളിൽ ഒരു തീരെ കൾച്ചറിനോട് സെൻസിറ്റീവ് അല്ലാത്ത ആളുകൾ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് എൻ്റർടൈൻമെൻറ്റ് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം റെവല്യൂഷൻ, ദ റിയൽ സോഷ്യൽ ചേഞ്ച് വിൽ നോട്ട് ബി ഷോൺ ഓൺ ടെലിവിഷൻ. ഈവൻ ടെലിവിഷനിൽ പോലും സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളൊന്നും ടെലിവിഷൻ കാണിക്കുന്നില്ല, അത് മറ്റൊരു രീതിയിലാണ് പോകുന്നത്. സോ ഇൻ സ്റ്റാൻസ 2, revolution will not be presented like a TV show with commercial breaks. Again ഇതേ കാര്യം തന്നെ വീണ്ടും മറ്റു രീതിയിൽ ഇദ്ദേഹം റിപ്പീറ്റ് ചെയ്യാണ്. ടെലിവിഷൻ ഷോസിൽ കൊമേഴ്സ്യൽ ബ്രേക്സിൽ അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോഴൊന്നും ഈ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യില്ല. ഇറ്റ് വോണ്ട് ഷോ പ്രസിഡൻറ്റ് നിക്സൺ, ഹു വാസ് ദ പ്രസിഡൻറ്റ് when the poem was written, leading government officials like John Mitchell, General Abrams and Spiro Agnew to take food or hogmos from Harlem neighborhoods. ഇത് ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ ഇടയിലുള്ള പ്രോബ്ലംസിലേക്കാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഹോഗ്മോസ് എന്ന് പറയുന്നത് പിഗ് മീറ്റ് അല്ലെങ്കിൽ പോർക്ക് ഇവരുടെ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ബ്ലാക്ക് അമേരിക്കൻസിന് അവൈലബിൾ ആയിരുന്ന പ്രോട്ടീൻ റിച്ച് ഫുഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഹാർലേം എന്ന് പറയുന്നത് ബ്ലാക്ക് അമേരിക്കൻസ് ഒന്നിച്ച് താമസിച്ചിരുന്ന അവരുടെ ഒരു സേഫ് സോൺ ആയിരുന്നു. അപ്പോൾ അവരുടെ സേഫ് സോണിൽ കയറിയിട്ട് പോലും അമേരിക്കൻ പ്രസിഡൻ്റ് അടക്കമുള്ള അന്നത്തെ ഫേമസ് നേതാക്കളുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെല്ലാവരും ഹാർലേമിൽ കയറി വന്നിട്ട് തന്നെ ഇവരുടെ ഫുഡും സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുന്നതൊന്നും ഒരിക്കലും ടി വി സ്ക്രീനിൽ കാണിക്കില്ല എന്നാണ് പറയുന്നത്. അത് ലിറ്ററൽ സെൻസിലല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സിംബോളിക്കലി ഉദ്ദേശിക്കുന്നത് ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ ഡെയിലി ലൈഫിനെ പോലും തകർക്കുന്ന രീതിയിൽ അമേരിക്കൻ ഭരണകൂടം ഇടപെടുന്നതൊന്നും ഒരിക്കലും ടി വി സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അവരുടെ ഏറ്റവും ബേസിക് നീഡാണ് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്നുള്ളത്. അതുപോലും അവരുടെ അടുത്തുനിന്ന് കവർന്നു കൊണ്ടുപോകുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസും പോളിസീസുമാണ് അമേരിക്കൻ ഭരണകൂടം നടത്തുന്നത് എന്നാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഹാർലേം നെയ്ബർഹുഡ് ഇസ് ദെയർ ഓൺ സേഫ് സോൺ. Now in stanza 3 we can see that revolution won't be sponsored by companies or feature famous movie stars like Natalie Woods or Steve McQueen or cartoon characters like Bullwinkle. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഈ ടി വി സ്ക്രീനിൽ ഒരിക്കലും റെവല്യൂഷന് ഈ കാണുന്ന കമ്പനീസോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസായിട്ട് ഇവരെല്ലാവരും ആരാധിക്കുന്ന മൂവി സ്റ്റാർസോ അല്ലെങ്കിൽ ഈവൻ ഇവർ ഒരുപാട് വാച്ച് ചെയ്യുന്ന കാർട്ടൂൺ ടീമായിട്ടുള്ള ബുൾവിങ്കിളോ ഒന്നും റെവല്യൂഷനെ സ്പോൺസർ ചെയ്യില്ല, റെവല്യൂഷനെ സപ്പോർട്ട് ചെയ്യില്ല. ആൻഡ് റെവല്യൂഷണറി ചേഞ്ച് ഇസ് നോട്ട് അബൌട്ട് മേക്കിംഗ് യു ലുക്ക് ബെറ്റർ ഓർ ഗിവിങ് യു സെക്സ് അപ്പീൽ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ടി വിയിലുള്ള ആഡ്സ് എല്ലാം ഏറ്റവും സ്ലിം ആവുന്നത് എങ്ങനെയാണ്, ഏറ്റവും സ്ലിം ആവുന്നത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കലും സെക്സ് അപ്പീലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി തിന്നാവുന്നതോ ഒന്നും റെവല്യൂഷനുമായിട്ട് സമൂഹത്തിലെ റിയൽ ചേഞ്ചസുമായിട്ട് ഒരു റിലേഷനുമില്ല. അപ്പോൾ ഈ ടി വി സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ അഡ്വർടൈസ്മെൻറ്റ്സും എല്ലാം എൻ്റർടൈൻമെൻറ്റ് മീഡിയ എല്ലാം ഇവരെ റിയൽ സോഷ്യൽ ഇഷ്യൂസിൽ നിന്ന് ആളുകളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ഇതിൻ്റെ ഒരു ഹോൾ സെൻസ് എന്ന് പറയുന്നത്. Now moving on to stanza 4, the poet is saying that TV won't show images of regular people, you and Willie May, stealing things out of necessity or desperation. ടി വി ഷോസിൽ ഒരിക്കലും ഭക്ഷണം കിട്ടാതെയും അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഇല്ലാതെ സഫർ ചെയ്യുന്ന ആഫ്രിക്കൻ അമേരിക്കൻസ് എന്താ പറയുക, ഒരു നിർത്തിയിട്ട വാഹനത്തിനകത്തേക്ക് സാധനങ്ങൾ കട്ടുകൊണ്ടുപോകുന്നതൊന്നും
കാണിക്കില്ല. കാരണം ഇവരുടെ റിയൽ ഇഷ്യൂസിലേക്കൊന്നും ഒരിക്കലും ടി വി സ്ക്രീൻസ് എത്തി നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. ടി വി ചാനൽസ് ലൈക്ക് NBC വോണ്ട് പ്രെഡിക്റ്റ് ദ റിസൾട്ട്സ് ഓഫ് റെവല്യൂഷൻ ലൈക്ക് ദേ ഡു വിത്ത് ഇലക്ഷൻസ്. നമുക്കറിയാം ഇലക്ഷൻസിൻ്റെ സമയത്ത് ലൈക്ക് ഇൻ എനി കൺട്രി ഓരോ മിനിറ്റിലും ഇവർ അപ്ഡേറ്റ് ഇട്ടുകൊണ്ടിരിക്കും. കാരണം ആളുകൾ അത് നോക്കുന്നുണ്ടെന്ന് കാണുന്നതുകൊണ്ട് ഓരോ മിനിറ്റിലും അപ്ഡേഷൻ ഇട്ടുകൊണ്ടിരിക്കും. അതുപോലെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും. ഇങ്ങനെയുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളും നടക്കും. പക്ഷേ സമൂഹത്തിൽ കുറേ ആളുകൾ സിസ്റ്റത്തിനെതിരെ റെവല്യൂഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ടി വി സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സോ ഹീ ഈസ് ആസ്കിങ് ദി ബ്ലാക്ക് അമേരിക്കൻസ് ടു കം ഔട്ട് ഓൺ സ്ട്രീറ്റ്സ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് അമേരിക്കൻസ് ഈ അമേരിക്ക സ്പോൺസർ ചെയ്യുന്ന വൈറ്റ്സ് സ്പോൺസർ ചെയ്യുന്ന എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വരണം എന്നാണ് ഇതിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്. In stanza 5, we can see that revolution won't show police brutality against black people through instant replay like a sports match. ഒരു സ്പോർട്സ് മാച്ചിൽ കാണുന്നത് പോലെ ഒരിക്കലും പോലീസ് ബ്രൂട്ടാലിറ്റി, അതായത് ബ്ലാക്ക് പീപ്പിളിനോട് അമേരിക്കൻ വൈറ്റ് പോലീസ് കാണിക്കുന്ന ബ്രൂട്ടാലിറ്റി ഒരിക്കലും ടി വി സ്ക്രീനിൽ കാണില്ല. ഇറ്റ് വോണ്ട് ഷോ സിവിൽ റൈറ്റ്സ് ലീഡേഴ്സ് ലൈക്ക് വിറ്റ്നി യങ് ബീങ് ഡ്രിവൺ ഔട്ട് ഓഫ് ഹാർലെം ഓർ റോയ് വിൽക്കിൻസ് വർക്കിംഗ് ത്രൂ വാറ്റ്സ് നൈബർഹുഡ് വെയറിംഗ് ലിബറേഷൻ ക്ലോത്തിങ്. അപ്പോൾ ഇതിൽ ഈ വിറ്റ്നി യങ് അതുപോലെ റോയ് വിൽക്കിൻസ് തുടങ്ങിയവരൊക്കെയും ആഫ്രിക്കൻ അമേരിക്കൻസിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന സിവിൽ റൈറ്റ്സ് ലീഡേഴ്സാണ്. ഇവരൊന്നും ഒരു എന്താ പറയുക, അവിടെ നിന്ന് അവരെ പുറത്താക്കുന്നതായിട്ടോ അവരെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അവർ ലിബറേഷൻ അവരുടെ പ്രത്യേക തരം എന്താ പറയുക എംബ്ലംസ് ധരിച്ചുകൊണ്ട് അതിൽ മാർച്ച് നടത്തുന്നതോ ഒന്നും ടി വി സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സോ ഇഫ് യു വോണ്ട് ടു സീ ദ ചേഞ്ച് ഓർ മേക്ക് ചേഞ്ച് യു ഹാവ് ടു കം ഔട്ട്. ദെൻ in stanza 6, the writer or the songwriter is arguing that popular TV shows of the time like Green Acres or Beverly Hillbillies or Hooterville Junction won't matter anymore. Women won't care about soap opera storylines like if Dick finally go down with Jane on Search for Tomorrow. See, ഇതെല്ലാം ഗ്രീൻ ഏക്കേഴ്സ്, ബെവർലി ഹിൽബിലീസ്, അതുപോലെ സോപ്പ് ഒപ്പറാസ്, അതായത് സീരിയൽ പോലെയുള്ളത്, ഇതൊന്നും ഇനി ഒരു കൺസേൺ അല്ല. കാരണം സ്ത്രീകൾ ഈ ഒരു ഡിക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനും ജെയിൻ്റെയും ലവ് റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ ഉറ്റുനോക്കുന്നതിന് പകരം ബ്ലാക്ക് പീപ്പിൾ വിൽ കം ഡൗൺ ഇൻ ടു ദ സ്ട്രീറ്റ്സ്. ഇതെല്ലാം ഇവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കൻ മീഡിയ ഇറക്കുന്ന ഒരുപാട് പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റുകളാണ് ഈ ഒരു സോങ്ങിലുടനീളം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവർ എൻ്റർടൈൻ ചെയ്യുന്ന ഒരുപാട് വൈറ്റ് മീഡിയ പീപ്പിളിനെയും കാണാൻ പറ്റും. അപ്പോൾ ഇവരൊന്നും ഒരിക്കലും ബ്ലാക്സിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തില്ല. സോ ദ ബ്ലാക്ക് പീപ്പിൾ വിൽ ഗെറ്റ് ഡൗൺ. അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും എന്നുള്ള രീതിയിലാണ് അടുത്തൊരു സെൻറ്റൻസ് പോകുന്നത്. ദിസ് ഈസ് ബിക്കോസ് ബ്ലാക്ക് പീപ്പിൾ വിൽ ബി ഇൻ ദ സ്ട്രീറ്റ്സ് ആക്ച്വലി വർക്കിംഗ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. അപ്പോൾ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ബ്ലാക്സ് ഇറങ്ങുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിലുള്ളൊരു അഷ്വറൻസ് ആണ് പറയുന്നത്. ആൻഡ് ഇൻ സ്റ്റാൻസ 4 ഇത് സ്റ്റാൻസയായിട്ട് കറക്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് സെക്ഷനിൽ ദ റെവല്യൂഷൻ വോണ്ട് ബി ഫീച്ചേർഡ് ഓൺ ദി ഈവനിങ് ന്യൂസ് പ്രോഗ്രാംസ്. ഇറ്റ് വോണ്ട് ഷോ വിമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ഓഫ് ഫേമസ് പീപ്പിൾ ലൈക്ക് ജാക്കി ഒനാസിസ്. അപ്പോൾ റെവല്യൂഷനെ കുറിച്ചുള്ള ന്യൂസൊന്നും പ്രൈം ടൈമിൽ ഒരിക്കലും ടി വിയിൽ കാണിക്കില്ല. കാരണം അവരതിൽ ഇൻട്രസ്റ്റഡ് അല്ല. അതുപോലെ ഫേമസ് ആക്ടിവിസ്റ്റോ വിമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റോ ഒന്നും ഇവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ജാക്കി ഒനാസിസ് അതിന് മുമ്പുള്ള പ്രസിഡൻറ്റിൻ്റെ വൈഫാണ്. ദ മ്യൂസിക് ഓഫ് ദ റെവല്യൂഷൻ വോണ്ട് ബി റിട്ടൺ ബൈ ഫേമസ് വൈറ്റ് കമ്പോസേഴ്സ്. അതുപോലെ വൈറ്റ്സിന് വേണ്ടിയിട്ട് വൈറ്റ്സിൻ്റെ സ്ട്രഗിളിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സോങ്സൊന്നും ഒരിക്കലും ബ്ലാക്സിൻ്റെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന സോങ്സ് ഒന്നും എഴുതാൻ വൈറ്റ് കമ്പോസേഴ്സ് വരില്ല. അതൊന്നും പാടാൻ പോപ്പുലർ വൈറ്റ് സിംഗേഴ്സിനും താല്പര്യം ഉണ്ടാവില്ല. ലൈക്ക് ഗ്ലെൻ ക്യാമ്പൽ, ടോം ജോൺസ്, ജോണി ക്യാഷ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സിംഗേഴ്സിനെയും മീഡിയ പേഴ്സൺസിനെയും പറയുന്നുണ്ട്. ഇവർക്കൊന്നും ബ്ലാക്സിൻ്റെ ഇഷ്യൂസിൽ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല എന്ന് വീണ്ടും വീണ്ടും ഇവരോട് റിമൈൻഡ് ചെയ്യാണ് ഈ ഒരു റൈറ്റർ ചെയ്യുന്നത്.
And in next section, the revolution won't take a break for commercials about cleaning products. White tornado, alcohol, white lightning. അപ്പോൾ ഇതിനിടയിൽ വൈറ്റ് ടൊർണാഡോ, വൈറ്റ് ലൈറ്റ്നിങ് തുടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സിനെ പറ്റി പറയുന്നുണ്ട്. ഈ വൈറ്റ് ടൊർണാഡോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് പ്രോഡക്റ്റാണ്. വൈറ്റ് ലൈറ്റ്നിങ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആൽക്കഹോളാണ്. അപ്പോൾ ഇതെല്ലാം കൊമേഴ്സ്യൽസിൻ്റെ ഓരോ എൻ്റർടൈൻമെൻറ്റ് പരിപാടിയുടെ ഇടയിലുള്ള കൊമേഴ്സ്യൽ ബ്രേക്കിൽ, അതായത് അഡ്വർടൈസ്മെൻറ്റ്സിലും വൈറ്റ്സിൻ്റെ പേരുള്ള വൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ പരസ്യങ്ങളാണ് വരുന്നത്. പീപ്പിൾ വോണ്ട് നീഡ് ടു വറി അബൌട്ട് അഡ്വർടൈസിങ് സ്ലോഗൻസ് ഓർ മാസ്കോട്ട്സ് ലൈക്ക് ഡോവ് ഇൻ ബെഡ്റൂം, ടൈഗർ ഇൻ യുവർ ടാങ്ക്, ജയൻറ്റ് ഇൻ യുവർ ടോയ്ലറ്റ് ബോൾ. ഇതെല്ലാം ചില പരസ്യങ്ങളുടെ ക്യാച്ച് വേർഡ്സ് ആണ്. അപ്പോൾ ഈ ഡോവ് ഇൻ യുവർ ബെഡ്റൂം തുടങ്ങിയിട്ടുള്ള ടൈറ്റിൽസിലൊന്നും ഇനി ഒരിക്കലും ബ്ലാക്ക് അമേരിക്കൻസ് ഇൻട്രസ്റ്റഡ് ആവില്ല, അത് കേട്ട് അവർ ഇരിക്കില്ല. കാരണം ദേ വിൽ ബി ഇൻ ദ സ്ട്രീറ്റ്സ്. അപ്പോൾ ആദ്യം സ്ട്രീറ്റ്സിലേക്ക് വരൂ എന്ന് പറയുകയും പിന്നീട് ബ്ലാക്ക് പീപ്പിൾ വിൽ ബി ഇൻ ദ സ്ട്രീറ്റ്സ് എന്നുള്ള ഒന്നുകൂടെ അസേർട്ടീവ് ആയിട്ടുള്ള ഒരു ടോണാണ് ഒരു ലാസ്റ്റ് സെക്ഷനിലേക്ക് ഈ ഒരു റൈറ്റർ കൊണ്ടുവരുന്നത്. നൗ ഇൻ ദ ഫൈനൽ സ്റ്റാൻസ ഇറ്റ് എംഫസൈസസ് അഗൈൻ ദാറ്റ് റെവല്യൂഷൻ വോണ്ട് ബി അസോസിയേറ്റഡ് വിത്ത് പോപ്പുലർ ബ്രാൻഡ്സ് ലൈക്ക് കൊക്കോകോള. ഇപ്പോൾ കൊക്കോകോള തുടങ്ങിയിട്ടുള്ള പോപ്പുലർ ബ്രാൻഡ്സ് ഒന്നും റെവല്യൂഷനോട് അസോസിയേറ്റ് ആവില്ല. കോക്കിൻ്റെ കമ്പനീസൊന്നും റെവല്യൂഷൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആവില്ല. ഇറ്റ് വോണ്ട് ബി അബൌട്ട് ഫൈറ്റിംഗ് ബാഡ് ബ്രത്ത് ഓർ അതർ ട്രിവിയൽ കൺസേൺസ് ഫ്രം അഡ്വർടൈസ്മെൻറ്റ്സ്. നമുക്കറിയാം അഡ്വർടൈസ്മെൻറ്റ്സിൽ ബാഡ് ബ്രത്തൊക്കെ ആയിരിക്കും, ഒരാളുടെ ദുർഗന്ധമുള്ള ശ്വാസമൊക്കെ ആയിരിക്കും അഡ്വർടൈസ്മെൻറ്റ് മീഡിയാസിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ. കാരണം ഇറ്റ് ഈസ് ഓൾ അബൌട്ട് അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് മേക്കിംഗ് മണി. ബട്ട് ഇങ്ങനെയുള്ള വളരെ ട്രിവിയലായിട്ടുള്ള വളരെ വില കുറഞ്ഞ കൺസേൺസ് ഒന്നും ഇനി ഇവരുടെ കൺസേൺസ് ആയിരിക്കില്ല. ഇൻസ്റ്റെഡ് റെവല്യൂഷൻ വിൽ പുട്ട് പീപ്പിൾ ഇൻ കൺട്രോൾ ഓഫ് ദിയർ ഓൺ ഡെസ്റ്റിനി. അപ്പോൾ ശരിയായ വിപ്ലവം എന്ന് പറയുന്നത് ആളുകൾ സമൂഹത്തിൽ സ്ട്രീറ്റ്സിൽ ഇറങ്ങിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ആർഗ്യൂ ചെയ്യുന്നതാണ്. സോ ദേ വിൽ ബി കൺട്രോളിങ് ദിയർ ഓൺ ഡെസ്റ്റിനി. അവരുടെ വിധി അവർ തന്നെ തീരുമാനിക്കും. ദ പോം എൻഡ്സ് ബൈ റിപ്പീറ്റിംഗ് ദ മെയിൻ മെസ്സേജ് അഗെയിൻ ആൻഡ് അഗെയിൻ. റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ്. വീണ്ടും വീണ്ടും റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ് എന്നുള്ള ഈ ഒരു സ്ലോഗൻ പല തവണയായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. സോ ദിസ് ഈസ് എ കോൾ ഫോർ ആക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. നൗ എന്തുകൊണ്ടാണ് റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ് എന്ന് റൈറ്റർ പറയുന്നത് എന്ന് നമ്മുടെ ഒരു നോട്ട്സിൻ്റെ രീതിയിൽ നോക്കാം. റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ആസ് എ കോൾ ഫോർ ട്രാൻസ്ഫോമിംഗ് വൺസ് മൈൻഡ് സെറ്റ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീവ്സ്. ബ്ലാക്ക് പീപ്പിളിൻ്റെ തന്നെ ആറ്റിറ്റ്യൂഡ്സും മൈൻഡ് സെറ്റും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു കോൾ ഫോർ ആക്ഷനാണ്, ഒരു വിളിയാളമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. ഹിസ് ഡയറക്റ്റ് അഡ്രസ് ടു ദ ലിസ്ണറെ ആദ്യം തന്നെ അഡ്രസ്സ് ചെയ്യുന്നത് യു മൈ ബ്രദർ എന്നുള്ള രീതിയിലാണ്. അതൊരു ഒരു പേഴ്സണൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സ്പോക്കൺ വേർഡ് ഫോമാറ്റും ഈ ഒരു ലിസണറോട് നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. വൈൽ ഓൺ ദ സർഫസ് ദ പോയം ക്രിട്ടിക്സ് മീഡിയാസ് ഇനബിലിറ്റി ടു ക്യാപ്ചർ ഒത്തൻറ്റിക് സോഷ്യൽ ചേഞ്ച്. ഓൺ എ ഡീപ്പർ ലെവൽ ഇറ്റ് ഡിമാൻഡ്സ് പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ. ബേസിക്കലി ഇതിൻ്റെ ഒരു പെരിഫറൽ ലെവലിൽ സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കാൻ അവിടുത്തെ ഒരു മീഡിയ, എൻ്റർടൈൻ മീഡിയം അല്ലെങ്കിൽ ടെലിവിഷൻ ഒന്നും ചെയ്യുന്നില്ല, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കാണിക്കുന്നതോടൊപ്പം സാധാരണക്കാരുടെ ഇടയിൽ ഉള്ളിലുള്ള ഒരു പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായാൽ മാത്രമാണ് ആളുകൾ ഓരോരുത്തരായിട്ട് ഈ സോഷ്യൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഇടപെടുകയുള്ളൂ എന്നുള്ള ഒരു പേഴ്സണൽ ട്രാൻസ്ഫർമേഷനാണ്, ഒരു ആളുകളുടെ ഉള്ളിലുള്ള ഒരു മാറ്റമാണ്, ഇൻഡിവിജ്വൽ ചേഞ്ചാണ് ഇത് ഡിമാൻഡ് ചെയ്യുന്നത്. ദ പോയം അറ്റാക്സ് ദ വേ കൊമേഴ്സ്യൽ മീഡിയ ഷേപ്സ് ഹർ ബിലീഫ്സ് ആൻഡ് പ്രയോറിറ്റീസ്. കൊമേഴ്സ്യൽ മീഡിയ, അഡ്വർടൈസ്മെൻറ്റ് മീഡിയ നമ്മുടെ ആവശ്യങ്ങളുടെയും പ്രയോറിറ്റീസിനെയും എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നുള്ളത് കൂടി പോം റിവീൽ ചെയ്യുന്നുണ്ട്. സ്കോട്ട് ഹെറോൺ ചലഞ്ചസ് ലിസണേഴ്സ് ടു എക്സാമിൻ ഹൗ ദിയർ കോൺഷ്യസ്നസ് ഹാസ് ബീൻ ഷേപ്ഡ് ബൈ കൺസ്യൂമർ കൾച്ചർ. എൻ്റർടൈൻമെൻറ്റ് മീഡിയ ഉണ്ടാക്കുന്ന ഒരു കൺസ്യൂമർ കൾച്ചർ ഉണ്ട്. നമ്മുടെ മുന്നിലേക്ക് ഇവർ തരുന്ന പരസ്യമായിട്ട് തരുന്നതെല്ലാം നമ്മൾ ക്യാഷ് കൊടുത്ത് എങ്ങനെയെങ്കിലും വാങ്ങിക്കുക എന്നുള്ള ഒരു ക്രേസിനെയാണ് നമ്മളൊരു കൺസ്യൂമർ കൾച്ചർ എന്ന് പറയുന്നത്. സോ അത് എങ്ങനെ നമ്മുടെ ഒരു മനസാക്ഷിയെ എൻ്റർടൈൻമെൻറ്റ് മീഡിയ മാറ്റിമറിക്കുന്നു എന്നുള്ളതുകൂടി സ്കോട്ട് ഹെറോൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ഹി യൂസസ് നെയിംസ് ഓഫ് സെലിബ്രിറ്റീസ് ഇൻ പോപ്പ് കൾച്ചർ. 1970s അമേരിക്കൻ TV ഷോസിലുള്ള സെലിബ്രിറ്റീസിനെയാണ് കാര്യമായിട്ട് ഈ ഒരു പോയത്തിൽ പല പേരുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആ സമയത്ത് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, പൊളിറ്റിക്കൽ ഫിഗേഴ്സ്, ഇതെല്ലാം കാണിക്കുന്നത് ഹൗ മീഡിയ ഡിസ്ട്രാക്ട് പീപ്പിൾ ഫ്രം ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇഷ്യൂസ്. ഒരു സ്ഥലത്തെ മീഡിയ കൾച്ചർ, അതുപോലെ കൾച്ചറൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു
എൻ്റർടൈൻമെൻറ്റ് മീഡിയാസ് മൊത്തത്തിൽ എങ്ങനെയാണ് റിയൽ സോഷ്യൽ ഇഷ്യൂസിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്നത്, ഡിസ്ട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീം. അതുപോലെ ഗ്രീൻ ഏക്കേഴ്സ്, ബെവർലി ഹിൽബിലീസ് തുടങ്ങിയ TV ഷോസും അതുപോലെ ഗ്ലെൻ ക്യാമ്പൽ, ജോണി ക്യാഷ് തുടങ്ങിയിട്ടുള്ള മ്യൂസീഷ്യൻസ്, അഡ്വർടൈസ്മെൻറ്റിലുള്ള കുറേ ക്യാച്ച് വേർഡ്സ്, ഇതെല്ലാം എടുത്തിട്ടിട്ട് പറയുന്നത് ഇതെല്ലാം ട്രിവിയൽ ആയിട്ടുള്ള വളരെ വില കുറഞ്ഞ ഒരു ആവശ്യവുമില്ലാത്ത കൺസേൺസാണ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നതെന്നും അത് നിങ്ങളുടെ അറ്റൻഷൻ, ഇറ്റ് ഒക്കുപ്പൈസ് പീപ്പിൾസ് അറ്റൻഷൻ, ആളുകളുടെ ശ്രദ്ധ റിയൽ ഇഷ്യൂസിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഹി കോൺട്രാസ്റ്റ് ദീസ് സൂപ്പർഫിഷ്യൽ ആസ്പെക്ട്സ് ഓഫ് കൺസ്യൂമർ കൾച്ചർ വിത്ത് സീരിയസ് നേച്ചർ ഓഫ് റെവല്യൂഷൻ. അപ്പോൾ ഈ ഒരു വളരെ എന്താ പറയുക ഉപരിപ്ലവം നമ്മളും പറയുന്ന സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പുറംമോടിയിൽ കാണുന്ന ഇഷ്യൂസ് മാത്രമാണ് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. അത് സീരിയസ് ആയിട്ട് ഉള്ളിൽ കിടക്കുന്ന റിയൽ സോഷ്യൽ കോസിൽ നിന്നും നമ്മളെ മാറ്റുന്നു. സജസ്റ്റിംഗ് ദാറ്റ് പീപ്പിൾ മസ്റ്റ് ബ്രേക്ക് ഫ്രീ ഫ്രം ദീസ് ഡിസ്ട്രാക്ഷൻസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സജഷൻ എന്ന് പറയുന്നത് ആളുകൾ ഇത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് മീഡിയയുടെ ഇൻഫ്ലുവൻസിൽ നിന്നും മാറി നിൽക്കണം, അതിൽ നിന്ന് ബ്രേക്ക് ഫ്രീ ആവണം ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ റിയൽ സ്ട്രഗിൾ. സോ ശരിയായിട്ടുള്ള സമൂഹത്തിലുള്ള ചേഞ്ചസിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണം എന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. ദ കീ മെസ്സേജ് ത്രൂ ഔട്ട് ദ പോം ഇസ് ദാറ്റ് റിയൽ സോഷ്യൽ ചേഞ്ച് റിക്വയേഴ്സ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഓരോരുത്തരുടെയും ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷനാണ് റിയൽ സോഷ്യൽ ചേഞ്ചിന് വേണ്ടത്. ഇറ്റ് കനോട്ട് ബി പാസീവ്ലി വാച്ച്ഡ് ഓൺ TV ഓർ എക്സ്പ്ലെയിൻ ത്രൂ കൺസ്യൂമർ പ്രോഡക്ട്സ്. TV യിൽ അതിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരില്ല. ആൻഡ് nothing will happen. People must actively participate in the revolution by being on the street looking for a brighter day rather than passively watching events on television. Revolution requires direct involvement and action from people. Revolution, വിപ്ലവം നടക്കണമെന്നുണ്ടെങ്കിൽ, ചേഞ്ച് നടക്കണമെന്നുണ്ടെങ്കിൽ ആളുകളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് തന്നെ വേണം. ഇനി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള മറ്റൊരു പോയിൻ്റ് ഓഫ് ഡിസ്കഷൻ ഇസ് സോങ് ആസ് എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് റേസിസം. എങ്ങനെ ഈ ഒരു സോങ് റേസിസത്തിനെതിരെ ഉള്ള ഒരു ക്രൈ, ഒരു ആർഗ്യുമെൻ്റായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ദ പോം പ്രൊട്ടക്ട്സ് റേസിസത്തിനെതിരെ ആർഗ്യൂ ചെയ്യുന്നു ബൈ ചലഞ്ചിങ് ഹൗ മെയിൻ സ്ട്രീം മീഡിയ പോർട്രേസ് ബ്ലാക്ക് എക്സ്പീരിയൻസ്. ബ്ലാക്ക് എക്സ്പീരിയൻസിനെ എങ്ങനെയാണ് മെയിൻ സ്ട്രീം മീഡിയ ചിത്രീകരിക്കുന്നത് എന്ന് കാണിച്ചിട്ടാണ് ഇതിന് അഗെയിൻസ്റ്റ് ഇത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എതിർക്കുക. സ്കോട്ട് ഹെറോൺ മെൻഷൻസ് പിഗ്സ് ഷൂട്ടിംഗ് ഡൗൺ ബ്രദേഴ്സ് ഓൺ ദ ഇൻസ്റ്റൻറ്റ് റീപ്ലേ. ഇത് ആളുകളെ പിഗ്സിനെ പോലെ, അത്രയും വിലയില്ലാത്ത പന്നിക്കൂട്ടങ്ങളെ വെടിവെക്കുന്ന രീതിയിലാണ് പലപ്പോഴും പോലീസ് അവിടുത്തെ ബ്ലാക്ക് അമേരിക്കൻസിനെ കാണാറുള്ളത്. സോ ഇറ്റ് ക്രിട്ടിക്കിംഗ് ഹൗ പോലീസ് വയലൻസ് അഗെയിൻസ്റ്റ് ബ്ലാക്ക് പീപ്പിൾ ഈസ് ട്രീറ്റഡ് ആസ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ആളുകളെ കൊന്നു കളയുന്നത് പോലും അമേരിക്കൻ മീഡിയ കാണിക്കുമ്പോൾ അത് വൈറ്റ്സിന് ആസ്വദിക്കാനുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് പലപ്പോഴും ന്യൂസ് പോലും വരുന്ന രീതി. സോ ബ്ലാക്ക് പീപ്പിളിന് എഗൻസ്റ്റ് ഉള്ള വൈറ്റ് പോലീസ് വയലൻസ് ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഹി റെഫറൻസസ് സിവിൽ റൈറ്റ്സ് ലീഡേഴ്സ് വിറ്റ്നി യങ് ആൻഡ് റോയ് വിൽക്കിൻസ് ഇൻ കോണ്ടെക്സ്റ്റ് ദാറ്റ് സജസ്റ്റ് ദിയർ കോപ്പറേഷൻ ഓർ മാർജിനലൈസേഷൻ. ഇവർ വിറ്റ്നി യങ്ങും റോയ് വിൽക്കിൻസും തുടങ്ങിയിട്ടുള്ള സിവിൽ റൈറ്റ്സ് ലീഡേഴ്സ് ബ്ലാക്ക് അമേരിക്കൻസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതും അവരെ അവിടെ നിന്ന് പുറത്താക്കുന്നതും അവരുടെ മാർജിനലൈസേഷനും എല്ലാം ഇതിലൊരു തീമായിട്ട് വരുന്നുണ്ട്. ദെൻ മാർജിനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അരികുകളിലേക്ക് മാറ്റുക എന്ന് പറയാം. ഹിസ് ലൈൻ ബ്ലാക്ക് പീപ്പിൾ വിൽ ബി ഇൻ ദ സ്ട്രീറ്റ് ലുക്കിംഗ് ഫോർ എ ബ്രൈറ്റ് ഡേ സെൻറ്റേഴ്സ് ബ്ലാക്ക് ഏജൻസി ഇൻ ക്രിയേറ്റിംഗ് എ ചേഞ്ച്. പിന്നീട് ലാസ്റ്റിലേക്ക് വരുമ്പം ബ്ലാക്ക് പീപ്പിൾ വിൽ ബി ഇൻ ദ സ്ട്രീറ്റ്സ്, എന്തായാലും അവർ തെരുവിലിറങ്ങും എന്ന് പറയുന്നത് ഒന്നുകൂടി ആക്റ്റീവായിട്ടുള്ള അവരുടെ ഇൻവോൾവ്മെൻറ്റ് വരും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ്. ദ മെൻഷൻ ഓഫ് ഹോഗ്മോസ്, നേരത്തെ പറഞ്ഞ പോലെ ഹോഗ്മോസ് കോൺഫിസ്കേറ്റ് ചെയ്യും, അതായത് അവരുടെ വീടുകളിൽ പോയി അത് കണ്ടുപിടിച്ച് അന്വേഷിച്ച് പിടിച്ചു കൊണ്ടുപോകും. ഫ്രം ഹാർലെയിം സാങ്ച്വറി, ഹാർലെയിമിലെ സാങ്ച്വറി എന്ന് പറഞ്ഞാൽ സേഫ് സോൺസ്. ഹാർലെയിമിലുള്ള ബ്ലാക്ക് ആഫ്രിക്കൻ വീടുകളിൽ നിന്ന് ഇവരുടെ ആഫ്രോ അമേരിക്കൻസിൻ്റെ സേഫർ സോണുകളിൽ ചെന്നിട്ട് പോലും അവരെ വൈറ്റ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യും, ചൂഷണം ചെയ്യും എന്നുള്ളത് വളരെ സിംബോളിക്കാണ്. വെൻ സ്കോട്ട് ഹെറോൺ ഇമാജിൻസ് നിക്സൺ ആൻഡ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് കോൺഫിസ്കേറ്റിംഗ് ദിസ് ഫുഡ് ഫ്രം എ ഹാർലെയിം സാങ്ച്വറി, ഹീസ് ക്രിയേറ്റിംഗ് ആൻ ഇമേജ് ഓഫ് വൈറ്റ് അതോറിറ്റി ഫിഗേഴ്സ് ടേക്കിംഗ് റിസോഴ്സ് ഫ്രം ബ്ലാക്ക് കമ്മ്യൂണിറ്റീസ്. അതായത് ബ്ലാക്ക് കമ്മ്യൂണിറ്റീസിന് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡായിട്ടുള്ള പോർക്ക് അല്ലെങ്കിൽ
ഹോഗ്മോസ് അവർ സൂക്ഷിച്ചു വെച്ചത് എന്തോ കട്ടെടുത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ച സാധനം നമ്മൾ തിരിച്ചെടുത്ത് കൊണ്ടുപോകുന്ന പോലീസ് ഒഫീഷ്യൽസ് ചെയ്യുന്നത് പോലെ തിരിച്ചു കൊണ്ടുവരാൻ അമേരിക്കൻ വൈറ്റ് ഒഫീഷ്യൽസ് പോകുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കളിയാക്കിക്കൊണ്ടുള്ള ഒരു ഇമേജാണ്. സോ ദിസ് ഇമേജറി കണക്ട്സ് ടു ദ ബ്രോഡർ ഹിസ്റ്ററി ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബ്ലാക്ക് കമ്മ്യൂണിറ്റീസ് ബൈ വൈറ്റ് അതോറിറ്റീസ്. ഒരുപാട് കാലങ്ങളായിട്ട് ബ്ലാക്ക് അമേരിക്കൻസിനെ വൈറ്റ് അതോറിറ്റീസ് ടോർച്ചർ ചെയ്യുന്നതാണ് ഇതിനെ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബൈ റിജക്റ്റിംഗ് വൈറ്റ് ഡോമിനേറ്റഡ് മീഡിയ. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു ടോട്ടൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ പെർഫോമേഴ്സും എല്ലാം ഇവരുടെ പ്രോഡക്ട്സും അവരുടെ പെർഫോമൻസസും സോങ്സിനും എല്ലാത്തിനെയും ഇദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ദ പോം അഡ്വക്കേറ്റ്സ് ഫോർ ഒത്തൻറ്റിക് ബ്ലാക്ക് വോയിസസ് ആൻഡ് എക്സ്പീരിയൻസസ്. അതെല്ലാം മാറ്റി വെച്ചിട്ട് അമേരിക്കൻ മീഡിയയിൽ ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒറിജിനൽ എക്സ്പീരിയൻസസും അവരുടെ വോയിസും അവരുടെ സോങ്സും അപ്പിയർ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഇദ്ദേഹം പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ലെസൺ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ.